ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അസാപ്പ് സെൻറ്ററിൻ്റെ വിവരങ്ങളെക്കുറിച്ചും ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം സീപോർട്ടിൽ എത്ര കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഏത് ഷിപ്പിൽ നിന്നാണെന്നുള്ള വിവരങ്ങളും, അതിനോടൊപ്പം തന്നെ കുറച്ച് പ്രാദേശികമായിട്ടുള്ള കുറച്ച് വിവരങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എന്ന് പറയുമ്പോൾ അസാപ്പിൻ്റെ സെൻറ്ററാണ്. അസാപ്പിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം മുല്ലൂർ ആണ് ഈ അസാപ്പിൻ്റെ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. കാരണം അസാപ്പിൻ്റെ സെൻറ്റർ മിക്കവാറും ആൾക്കാരൊന്നും കണ്ടു കാണാൻ ഇടയില്ല. ഇതാണ് അസാപ്പിൻ്റെ മുൻവശത്ത് ആ ഭാഗമായിട്ട് വരുന്നത്. ഇത് ഗേറ്റിൻ്റെ ഫ്രണ്ടുമാണ്. ഇതാണ് അസാപ്പിൻ്റെ മുൻവശത്ത് കയറുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് അസാപ്പിൻ്റെ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് ഞാൻ ഇത് പറയാൻ കാരണം അസാപ്പിൻ്റെ സെൻറ്ററിൻ്റെ ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ക്ലാസ് മുറികളെല്ലാം സജ്ജീകരിക്കുന്നത്, മനോഹരമായിട്ട് ക്ലാസ് മുറികളെല്ലാം സജ്ജീകരിക്കുന്നത് കാണാം. പക്ഷേ അതിനകത്ത് കുട്ടികൾക്കിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കസേരകളോ മേശകളോ ഒന്നും അതിനകത്ത് അന്ന് തന്നെ ഉദ്ഘാടന സമയത്ത് പോലും അതിനകത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സജ്ജീകരിക്കുവാനായിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇതുവരെയും ക്ലാസ് തുടങ്ങാൻ കഴിയാത്തത്. അസാപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അവിടെ ഒരു പുതിയ കോഴ്സുകളൊന്നും അവിടെ ആരംഭിക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്താണ് വിഷയങ്ങളെന്നൊന്നും നമുക്കറിയില്ല. കാര്യം അദാനിയുമായിട്ടുള്ള വിഷയങ്ങളാണോ അതോ എന്താ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണോ എന്തൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുള്ള 34 വയസ്സായ ആൾക്കാർ വരെ നമ്മൾ ഇതിനകത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് എന്നറിയാമോ, ഇപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ ക്ലാസ് കഴിയുമ്പോൾ 35ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് നിരവധി ആൾക്കാരാണ് ഇവിടെ ഇതിനകത്ത് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. 34 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എനിക്കറിയാവുന്നതാണ്. 34 കഴിഞ്ഞ് ഇങ്ങനെ അപേക്ഷ കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അപേക്ഷ കൊടുത്ത ആൾക്കാർ വരെ ഇതിനകത്തുണ്ട്. എനിക്കിതിനകത്ത് പറയാമെന്നുള്ളത് അതായത് ഇപ്പോൾ അസാപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പ്ലേസ്മെൻറ്റ് നൽകണം എന്നുള്ള ഒരു കാരണമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം ക്ലാസ് കഴിഞ്ഞ് അവരുടെ അടുത്ത് പറയണം, ഇതുപോലെയാണ് പ്ലേസ്മെൻറ്റ് ഉടനെ കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് നമ്മൾ സീനിയോറിറ്റി അനുസരിച്ച് പ്ലേസ്മെൻറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഉദ്യോഗാർത്ഥികളെ പഠിപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഞാൻ പറയുന്നത് പറഞ്ഞാൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിച്ച് നിർത്തി കഴിഞ്ഞിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ് പിന്നെ നൽകിയാൽ മതി. ഇവിടുത്തെ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ എത്ര വർഷമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർക്കിതൊന്നും ഒരു വിഷയമൊന്നുമല്ല, അവർ കാത്തു നിന്നോളും. അതുകൊണ്ട് അസാപ്പിലെ ഉദ്യോഗസ്ഥർ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെ ഇവരെ കയറ്റണം. ഇതുപോലെയാണ് വിഷയങ്ങൾ, നമ്മൾ നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് നമ്മൾ കയറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞുള്ള ഒരു നിബന്ധനയോടുകൂടി അവരെ കയറ്റുക എന്നുണ്ടെങ്കിൽ, സാധാരണ ഇപ്പം തന്നെ കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം IT പഠിച്ച ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പം പുറത്തു നിന്നാണ് ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ അസാപ്പിൽ ആ അപേക്ഷകളെല്ലാം വാങ്ങിച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അവർ കുറച്ച് പേരെയൊക്കെ ഈ പഠിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ് ITVക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഇവിടെ കയറ്റാമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർത്ത് നിങ്ങൾക്ക് ആ ക്ലാസ്സിലത്തേക്ക് കയറാനുള്ള ഒരു ക്ലാസ് നടത്തി ഈ ആൾക്കാരെ വിടണം എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദാനിയുടെ പോർട്ടലത്തേക്ക് എന്തൊക്കെയാണ് ജോലികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അവർക്ക് എല്ലാ വിഷയങ്ങളും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കോഴ്സുകൾ നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ പിന്നീട് ആ കോഴ്സിലത്തേക്ക് പിന്നീട് നടത്തിക്കഴിഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ പിന്നീട് നമ്മൾ എടുത്താൽ മതി. അതിനുശേഷം അവരെ എടുക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും. ഇതിപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കുകയും ചെയ്യും, മറ്റുള്ള ആൾക്കാരെ അതിനകത്ത് കയറ്റുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ്. അദാനിയുടെ കോഴ്സുകൾ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മറ്റു പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട MLA ഉണ്ട്, ബഹുമാനപ്പെട്ട MP ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാവരും നല്ല സഹകരണം തരുന്ന ആൾക്കാരാണല്ലോ. നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു ഇപ്പോൾ ഉടനെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം ഉടനെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പുറകുവശത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് അസാപ്പിലെ ഹോസ്റ്റലിലേക്കുള്ള വഴിയാണ്. അവിടെ ഇരിക്കുന്ന നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം അതേപടി തന്നെ അവിടെ നിൽപ്പുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ അന്ന് ഉദ്ഘാടനം നടത്തിയ സ്ഥലങ്ങളാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ സംവിധാനം നല്ല അടിപൊളി സംവിധാനമാണ്. പക്ഷേ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വരുമ്പോൾ ജോലി കിട്ടുമെന്ന് കരുതി ഇരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്.
അവർക്ക് ഈ 35 വയസ്സെന്ന് പറയുന്നത് തന്നെ ഒരു ലിമിറ്റ് വെച്ചത് അത് ശരിയല്ല. കാര്യം 40 വയസ്സെങ്കിലും ആക്കണമായിരുന്നു. കാരണം ഇവിടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത്രയും വർഷക്കാലം ഈ ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പരിസരവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പോർട്ട് ഇവിടെ എത്തിയത്. പറയാനുള്ളത്, ഈ പൂജവെപ്പ് കഴിയുന്നതോടുകൂടി നമുക്ക് ഈ ഇവിടുത്തെ കോഴ്സുകളുടെ ക്ലാസ്സുകളെല്ലാം ആരംഭിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പോർട്ടിലെ പ്രവർത്തനങ്ങളും വർക്കുകളെല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ, അതായത് 2 മാസക്കാലം കൊണ്ട് 48,586 കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഇറക്കിയിരിക്കുന്നത് MSc അന്നയിൽ നിന്നാണ്. 10,330 കണ്ടെയ്നറുകൾ വരെ ഇറക്കിയതായിട്ടാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അടുക്കി വച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗം കണ്ടെയ്നറുകളും MSc മെഡിറ്ററേനിയൻ കമ്പനിയുടെ ഷിപ്പുകൾ കൊണ്ട് വന്ന കണ്ടെയ്നറുകളാണ്. ഇതിൽ ആകെ 2 ഷിപ്പുകൾ മാത്രമാണ് മെഡിറ്ററേനിയൻ കമ്പനിയുടെ അല്ലാതെയായി വന്നിട്ടുള്ളത്. അതായത് AS സിസിലെയും എക്സ്പ്രസ് കോഹിമയുമാണ് ഇവിടെ 2 ഷിപ്പുകളാണ് MSc മെഡിറ്ററേനിയൻ കമ്പനിയുടെ വക അല്ലാതെ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളത്. മൂന്നാമത്തെ ബർത്ത് പൂർത്തിയായതോടുകൂടി MScയുടെ ഷിപ്പിംഗ് കമ്പനി പോയിട്ട് ഇനി ഏതെങ്കിലും ഒരു പുതിയൊരു ഷിപ്പിംഗ് കമ്പനി കൂടി നമ്മുടെ വിഴിഞ്ഞത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുൻവശത്തെ സ്കാനർ സംവിധാനം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പൂർത്തിയായി കഴിഞ്ഞാൽ ഇതുവഴി പുറത്തോട്ടും അകത്തോട്ടും കണ്ടെയ്നറുകൾ കടത്തിവിടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം എൻക്വയറി വരുന്നുണ്ട്. കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്ത് നിന്നും ചരക്കുകൾ നീക്കം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിരവധി പേർ. ട്രയൽ റൺ ആയിരുന്നിട്ട് കൂടി വിഴിഞ്ഞത്തിൻ്റെ കുതിപ്പ് തുടരുന്നു എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെയും കൂടെ കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.